ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1 അതിലെ 15ാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതുവരെ ഈ ബാക്കി എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് ഈ എപ്പിസോഡ് വന്ന് കാണാം. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്ന വീഡിയോയിലേക്ക്. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എപ്പിസോഡ് തുടക്കം തന്നെ നമ്മുടെ സെനിറ്റ്സുവിനെയാണ് കാണിക്കുന്നത്. സെനിറ്റ്സുവിന് നെസ്കോനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെസ്കോയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെസ്കോ. നീ അവിടെ നിൽക്കുന്ന നെസ്കോ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. ആൻസറോ അത് തടയാൻ ചെന്നപ്പോൾ സെനിറ്റ്സ് പറയുവാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എന്റെ ഫാവിലെ അളിയരല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസറോടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. താൻസറോ നെസ്കോയോട് പറയുവാണ്, എടി ഇവന് ഭ്രാന്താടി. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഇനോസ്കിയെ കാണിക്കുന്നു. ഇനോസ്കി ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. കാരണം ഇനോസ്കിക്ക് അവരോട് കളിക്കാനോ അവരെ അങ്ങനെ സംസാരിക്കാനോ ഒന്നും അവനെ അറിയത്തില്ല. അവൻ എങ്ങനെയാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. അമ്മച്ചി അവർക്ക് ഡ്രസ്സും കൊണ്ടാണ് വന്നത്. ആ അമ്മച്ചി ഇനോസ്കിയോട് ചോദിക്കുകയാണ്, നിനക്ക് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനോ കളിക്കാനോ ഒന്നും പറ്റുന്നില്ല അല്ലേ? അതൊന്നും കുഴപ്പമില്ല, നീ ഒരു ദിവസം അവരുടെ ഫ്രണ്ട് ആയിക്കോളൂ എന്ന് നമ്മുടെ അമ്മച്ചി പറഞ്ഞു കൊടുക്കുവാണ്. ഇത് കേട്ടിട്ട് ഇനോസ്കിക്ക് മനസ്സിലാവാണ് ഈ മുത്തശ്ശി വളരെ നല്ല ഒരാളാണെന്ന്. അങ്ങനെ മുത്തശ്ശി പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി ഓടി ചെന്നിട്ട് താൻസറോ അടുത്തോട്ട് ചെല്ലുവാണ്. താൻസറോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇനോസ്കി നമ്മുടെ താൻസറോയുടെ നടുവിനിട്ട് ഒരു ഇടി കൊടുക്കുവാണ്. ഇനി നിനക്ക് എന്തുവാണ് പ്രശ്നം എന്ന് താൻസറോ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഇനോസ്കി അതൊന്നും കേൾക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. പിന്നെ നമ്മുടെ താൻസറോയുടെ പുറകെ ഓടുവാണ് നമ്മുടെ ഇനോസ്കി. ഇതേസമയം നമ്മുടെ ജെനിറ്റ്സു എന്റെ അളിയനെ വിടറാ എന്ന് പറഞ്ഞ് പൊളായിക്കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. പിന്നെ കാണിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ അടുത്ത് ഡോക്ടറൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയുവാണ്, ഇനി നിങ്ങൾക്ക് മിഷനൊക്കെ പോവാൻ, നിങ്ങൾക്ക് ഇനി ഒരു കുഴപ്പവും ഇല്ല. കേട്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സെനിറ്റ്സു ഒരു പൂവും പിടിച്ച് നമ്മുടെ നെസ്കോയുടെ പെട്ടിയിൽ അവിടെ നിൽക്കുവാണ്. ഇന്ന് വൈകിട്ട് നെസ്കോ പെട്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നേരത്ത് നമ്മുടെ സെനിറ്റ്സുവിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് സെനിറ്റ്സു ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ താൻസറോയുടെ കാക്കി അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് താൻസറോട് പറയുവാണ്, ഹേ താൻസറോ, അടുത്ത മിഷൻ നോർത്ത് ഈസ്റ്റിലാണ്. നോർത്ത് ഈസ്റ്റ് മാക്കോഡമ എന്ന് പറഞ്ഞ ഒരു മലയുടെ മണ്ടയ്ക്കാണ് നിങ്ങളുടെ അടുത്ത മിഷൻ. മാത്രമല്ല അവിടെ ഒരുപാടധികം ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സോ നിങ്ങൾ താൻസറോട് കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകണമെന്ന് നമ്മുടെ താൻസറോയുടെ കാക്ക പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അവർ മൂന്നുപേരും അവർക്ക് കിട്ടിയ മിഷൻ ചെയ്യാൻ വേണ്ടി അവർ മൂന്നുപേരും അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ മൂന്നുപേരും അവിടുത്തെ അമ്മച്ചിക്ക് ടാറ്റ ബാബയും താങ്ക്സ് ഒക്കെ പറയുവാണ്. കാരണം അവിടുത്തെ അമ്മച്ചിയായിരുന്നു ഇത്രയും നാളും അവരെ പരിപാലിച്ചത്. അതുകൊണ്ട് തന്നെ അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ ആ അമ്മച്ചി പറയാണ്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ താങ്ക്സ് ഒന്നും പറയണ്ട, നിങ്ങൾ ഇനി ഇതുവരെ തന്നെ വരണം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളൊന്ന് ഭാഗ്യക്കാല് വെച്ചൊന്ന് ഒരസട്ടെ, കാരണം നിങ്ങൾ ഒരു അപകടം പിടിച്ച മിഷനല്ലേ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ താൻസറോയും സെനിറ്റ്സുവും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അമ്മച്ചി ചെയ്തോളാൻ പറയുവാണ്. അങ്ങനെ അമ്മച്ചി ഒരസുന്ന സമയത്ത് നമ്മുടെ ഇനോസ്കി പറയുവാണ്, അയ്യോ എന്റെ ഫ്രണ്ട്സിനെ കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ അമ്മച്ചിയെ കൊല്ലാൻ പോവാണ് നമ്മുടെ ഇനോസ്കി. താൻസറോയും സെനിറ്റ്സും കൂടെ നമ്മുടെ ഇനോസ്കിയെ പിടിച്ചു വെച്ചിരിക്കുവാണ്. അങ്ങനെ അവർ പോകാൻ വേണ്ടി റെഡി ആവുന്ന സമയത്ത് തന്നെ മുത്തശ്ശി കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. സൂമി ജയിക്കുന്ന എല്ലാവർക്കും ഒന്നും ഡീമൺ സ്ലെയർ ആവാൻ പറ്റത്തില്ല, പക്ഷെ ആ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി. സോ നിങ്ങൾ ആ ജോലി നല്ലതുപോലെ ചെയ്യണം. അതുമാത്രമല്ല നിങ്ങളിപ്പോൾ പോകുന്നത് ഒരു അപകടം പിടിച്ചൊരു ജോലിയിലാണ്. സോ നിങ്ങൾ അത് നല്ലപോലെ കെയർഫുൾ ആയിട്ട് ഇരിക്കണമെന്ന് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർ മൂന്നുപേരും അമ്മച്ചിക്ക് ടാറ്റ ബബയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ഇനോസ്കിക്ക് മനസ്സിലായിട്ടില്ല. ആ അമ്മച്ചി നല്ലപോലെ ജീവിക്കണമെന്ന് പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയം തന്നെ നമ്മുടെ ഇനോസ്കി നമ്മുടെ സെനിറ്റ്സുവിനോട് ചോദിക്കുകയാണ്, ആ മുത്തശ്ശി പറഞ്ഞ കാര്യമൊക്കെ നിനക്ക് മനസ്സിലായോ? ഇത് പറഞ്ഞിട്ട് കേട്ടിട്ട് സെനിറ്റ്സു പറയണേ, എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. ഇതേ സമയം തന്നെ നമ്മുടെ താൻസർ പറയുവാണ്, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന ജോലി അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നമ്മൾ നല്ലതുപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം ഓർത്ത് പിന്നെ പശ്ചാത്തപിക്കും. അതുകൊണ്ട് അതാണ് പറഞ്ഞു തന്നാൽ എനിക്ക് തോന്നിയത്. ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ ഇനോസ്കിക്ക് മനസ്സിലാവുന്ന ഇനോസ്കി പിന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ താൻസറോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് താൻസറോക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഇവൻ്റെ കൂടെ നടന്നാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് താൻസറോ സ്പീഡിൽ ഓടി പോവാണ് മുന്നിൽ. ഇതേസമയം തന്നെ നമ്മുടെ ഇനോസ്കി താൻസറോട് പറയാണ്, ഞാനറിയാതെ നീ എന്നെ ഓട്ട മത്സരത്തിന് ക്ഷണിച്ചോ, എന്നാൽ ഞാൻ മാത്രമേ ജയിക്കത്തുള്ളൂ, ഞാൻ അവിടെ ആദ്യം എത്തുമെന്ന് പറഞ്ഞ് നമ്മുടെ ഇനോസ്കി ഓടുവാണ്. അങ്ങനെ രാത്രിയാണ്. അവർ മൂന്നും എത്രണ്ടിയ സ്ഥലത്ത് തന്നെ അവർ എത്തിയിരിക്കുന്നു. നാട്ടകോണ മലയുടെ അടിയിലാണ് അവർ എത്തിയിരിക്കുന്നത്. നമ്മുടെ ജനിച്ചു ചോദിക്കുകയാണ്, ഇപ്പം സമയം രാത്രിയൊക്കെ ആയില്ലേ, നമുക്കിനി നാളെ രാവിലെ പോയാൽ പോരെ, ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചെന്നൊക്കെ പറയും. ഇത് കേട്ടിട്ട് ഇനോസ്കി പറയുവാണ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ മലയുടെ മണ്ടയ്ക്കുള്ള ഡീമൻസിനെ കൊല്ലാനാണ്, അല്ലാതെ നമ്മൾ ഈ മലയുടെ അടി വന്നിട്ട് റെസ്റ്റ് എടുക്കാനാണ്. ഇത് കേട്ടിട്ട് ജനിച്ചു പറയുവാണ്, സത്യമായിട്ട് എനിക്ക് പേടി വരുന്നു, എനിക്ക് ഈ മലയുടെ മണ്ടയ്ക്കൊന്നും കയറണ്ട, ഈ മലയുടെ മണ്ടയെ ഒരു ഡീമൻ ഒന്നും അല്ല, ഒന്നിൽ കൂടുതൽ ഡീമൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഈ മലയുടെ മണ്ടയ്ക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് കൊച്ചു വെള്ളാറുടെ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഇനോസ്കി പറയാണ്, ഇതാണോടാ നിന്റെ വലിയ മല എന്ന് പറയുന്നത്, ഇതിനെക്കാട്ടി വലിയ മല ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുവാണ്. ജനിച്ചു പറയാണ്, നിനക്കൊക്കെ കണ്ണടക്കി തിരിഞ്ഞു നോക്കണം. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് അവിടെ സാധാരണ മല പോലെ തന്നെയാണ് തോന്നുന്നത്, അവർക്ക് വലിയതായിട്ട് പ്രത്യേകിച്ചാണെന്നൊന്നും തോന്നുന്നു. സമയം തന്നെ നമ്മുടെ താൻസർ ജനിച്ചോട് പറയാണ്, എടാ വാടാ നമുക്ക് ഇനി സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ജനിച്ച് പറയാണ്, അയ്യോ എനിക്കൊന്നും വയ്യ, ഞാൻ വരത്തില്ല, ഞാൻ ചത്താലും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സമയം തന്നെ താൻസർക്ക് ഒരു സ്മെല്ല് വരുന്നു. നോക്കുന്ന സമയത്ത് അതൊരു മനുഷ്യന്റെ ബ്ലഡിന്റെ സ്മെല്ലാണ്. ഈ സ്മെല്ല് കിട്ടിയ ഉടനെ തന്നെ താൻസർ ഓടുവാണ്. പുറകെ തന്നെ നമ്മുടെ ഇനോസ്കിയും ഓടി വരുവാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡീമൺ സ്ലെയർ ആണ് കിടക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ താൻസറോ ആ ഡീമൺ സ്ലെയറോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തുവാ പറ്റിയെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ആ ഡീമൺ സ്ലെയർ പറയാണ്, ഇവിടെ ഒരുപാട് അധികം ഡീമൻസ് ഉണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കോ, കഷ്ടമാണ്, എന്നെ ഒന്ന് രക്ഷിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻസറോ ആ ഡീമൺ സ്ലെയറിനെ രക്ഷിക്കാന്ന് പറഞ്ഞ് അവന്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് ആ ഡീമൺ സ്ലെയറിനെ എന്തോ ഒരു സാധനം പൊക്കിക്കൊണ്ട് പോകും. എന്തോ സംഭവിച്ചെന്ന് നമ്മുടെ താൻസറോക്ക് ഇനോസ്കിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എങ്ങനെ പറന്നു പോയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് നമ്മുടെ സെനിറ്റ്സു പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻസർ പറയുന്നു,
പറയുന്നു അകത്തുള്ള ഡീമൻ ചില്ലറക്കാരനൊന്നുമല്ല, അവൻ നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീമനാണ്. എന്തുവാണെങ്കിലും ഞാൻ ആ ഡീമനെ കൊന്നിരിക്കും. അതുമാത്രമല്ല എനിക്ക് ഇവിടുന്ന് ഒരുപാടധികം സ്മെൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാടധികം ഡീമൻസ് ഉണ്ട്. ഒന്നൊന്നുമല്ലെന്ന് എന്തുവാണെങ്കിലും ഞാൻ അവരെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ താൻഡ്രോ അതിൻ്റെ അത് പോകാൻ വേണ്ടി കണ്ടിട്ട് നമ്മുടെ ഇനോസ്കി പറയുവാണ് നീ ഒറ്റയ്ക്ക് പോകണ്ട, നിന്റെ കൂടെ ഞാനും വരാം, നിന്റെ കൂടെ ഞാനും ആ ഡീമനെ ഇല്ലാതാക്കാമെന്ന് പറയുവാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻഡ്രോ ഒന്ന് ഞെട്ടിരിക്കുവാണ്. കാരണം സാധാരണ ഇനോസ്കി ഇങ്ങനെയൊന്നും പറയാറില്ല. കാരണം ഇനോസ്കി എപ്പോഴും പറയുന്നത് ഞാനാണ് വലിയ സ്ട്രോങ് എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മുടെ താൻഡ്രോയിട്ട് വഴക്കായിടാറുള്ളത്. പക്ഷേ ഇന്ന് ഇനോസ്കി നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജെനിറ്റ്സു എടാ നീയൊക്കെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാതെ ഒരാളെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം, എന്നെ ഏതെങ്കിലും ഡീമൻസ് പിടിച്ചുകൊണ്ട് പോയാൽ ഞാൻ എന്തോ ഇവിടെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ എന്നെ ഡീമൻസ് പിടിച്ചുകൊണ്ട് പോയാൽ ഞാൻ എങ്ങനെയാ കല്യാണം കഴിക്കുന്നത്, എനിക്കൊന്ന് പറഞ്ഞു കടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ഇനോസ്കിയും താൻഡ്രോയും അതിൻ്റെ അകത്തോട്ട് കയറി പോകുന്നു. ഇതേ സമയം തന്നെ ആ കാട്ടിൽ താമസിക്കുന്ന 4 ഡീമൻസിനെ കാണിക്കുന്നു. കുറച്ചു നേരം നടന്ന സമയത്ത് തന്നെ ഇനോസ്കിയുടെ കയ്യിൽ ഏതാണ്ടൊക്കെ കൊണ്ടതുപോലെ തോന്നുന്നു. നോക്കുന്ന സമയത്ത് അതൊരു ചെലന്തി വലയായിരുന്നു. പക്ഷേ സാധാരണ ചെലന്തി വലയല്ല, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെലന്തി വലയായിരുന്നു. ഒന്നുകൂടെ നോക്കുന്ന സമയത്ത് ആ കാട്ടിൽ മൊത്തം ചെലന്തി വലയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻഡ്രോ നമ്മുടെ ഇനോസ്കിയോട് പറയുവാണ് ഇനോസ്കി നീ വന്നത് എന്തുവാണേലും നന്നായി, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടുന്ന് വരുന്ന പേടിച്ചേനെ, നീ വന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ധൈര്യം കിട്ടിയെന്ന് പറയുവാണ്. ഇതേ സമയം നമ്മുടെ ഇനോസ്കി ആ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കിക്ക് മനസ്സിലാവാണ് താൻഡ്രോയ്ക്ക് ഞാൻ വേണം, ഞാനില്ലാതെ താൻഡ്രോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുവാണ്. ഇതേ സമയത്തായിരുന്നു അവരുടെ അടുത്തൂടെ എന്തോ പോകുന്നത് പോലെ തോന്നുന്നത്. നോക്കുന്ന സമയത്ത് അതൊരു ഡീമൻ സ്ലെയർ ആയിരുന്നു. താൻഡ്രോ ആ ഡീമൻ സ്ലെയറിന്റെ അടുത്തോട്ട് പോകുന്നു. നോക്കുന്ന സമയത്ത് ആ ഡീമൻ സ്ലെയർ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുവാണ്. അന്നേരം നമ്മുടെ താൻഡ്രോ പറയുവാണ് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ വിട്ടിരിക്കുന്നതെന്ന് നമ്മുടെ താൻഡ്രോ പറയുവാണ്. നിങ്ങളെ പോലെയുള്ള ചെറിയ ഡീമൻ സ്ലെയർസിനൊന്നും ഇവരെ കൊല്ലാൻ പറ്റത്തില്ല, അവരൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡീമൻസ് ആണെന്ന് പറയുവാണ്. അതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി വന്നിട്ട് ആ ഡീമൻ സ്ലെയറിനെ മോന്തയ്ക്ക് ഇട്ടൊരെണ്ണം കൊടുക്കുവാണ്. ആരാടാ ഇവിടെ വീക്ക് ആയിട്ടുള്ളത്, ഞങ്ങൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, നീ ആടാ വീക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. തന്നെ ഈ ഡീമൻ സ്ലെയർ പറഞ്ഞ അതേ കാര്യം തന്നെ ഒരു കാക്കി എന്ന് വേറൊരാളോട് പറയുവാണ്. അന്നേരം ആ ആള് പറയുവാണ് നമ്മളയച്ച എല്ലാ ഡീമൻ സ്ലെയർസിനെ അവർ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു 12 CC ഒരു ഡീമൻ സ്ലെയർ സംഭവിച്ച കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ കയറുന്ന സമയത്താണ് കാണുന്നത് ഞങ്ങൾ ഡീമൻ സ്ലെയർസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് മരിക്കും. അതുകൊണ്ട് എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു, ഞാൻ അവരുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത് ഒരു സാധാരണ ഡീമൻ സ്ലെയറിനൊന്നും ഈ ഡീമനെ കൊല്ലാൻ പറ്റത്തില്ല, കാരണം അതുപോലെ പവർഫുൾ ആണ് ആ ഡീമൻ എന്ന് പറയുവാണ്. ഹെസ്രയിൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ളത്, സോ നിങ്ങളെ വിടുവാന്ന് പറയുവാണ്. അതേസമയം തന്നെ നമ്മുടെ ഷിനുമു മാസ്റ്ററിനോട് പറയുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മാസ്റ്റർ, ഞങ്ങൾ എല്ലാ ഡീമൻസിനെയും കൊന്നിരിക്കുമെന്ന്. ഇതേസമയം തന്നെ നമ്മുടെ ഷിനുമു ജിയോട് ചോദിക്കുന്നു മനുഷ്യരുടെ ഡീമൻസും കൂടെ ജീവിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്. ഇതേസമയം തന്നെ നമ്മുടെ നെസ്കോനെയും താൻഡ്രോനെ ആലോചിച്ചിട്ട് ജിയോ പറയുവാണ് ഒരു ഡീമൻ മനുഷ്യനെ ആക്രമിക്കാത്തടത്തോളം അത്രയും തീർച്ചയായിട്ടും മനുഷ്യന് ഡീമനുമായിട്ട് ജീവിക്കാൻ പറ്റും. സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ജെനിറ്റ്സു ആ മലയാള താര തന്നെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെന്തുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല, എന്നെ സമാധാനപ്പെടുത്താനെങ്കിലും അവർക്ക് എന്നെ കൊണ്ടുപോയിരുന്നല്ലോ, നിനക്കൊന്നും പറ്റാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞെങ്കിലും അതുപോലും അവർ ചെയ്തില്ല, എന്തുകൊണ്ട് അവരെന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അതേസമയം തന്നെ കീ എന്നൊരു സൗണ്ട് കേൾക്കുന്നു. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ജെനിറ്സുവിന്റെ കിളിയായിരുന്നു. ജെനിസുവിന്റെ കിളി നമ്മുടെ ജെനിസുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ജെനിസുവിനൊന്നും മനസ്സിലാവുന്നില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കുക, നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിസു. ഇതേ സമയത്ത് തന്നെ ആ ജെനിസുവിന്റെ കിളി നമ്മുടെ ജെനിസുവിന്റെ കൈ കയറി കടിച്ചിട്ട് പറയുവാണ് നിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ, അത് ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ജെനിസു ആ കൈ ചൂണ്ടി ആ കിളിയെ കാണിച്ചിട്ട് പറയുവാണ് നീ എന്ത് പന്നക്കിളിയാ, ഞാൻ വിചാരിച്ചു നീ ഒരു നല്ല കിളിയാണ്, പക്ഷെ നീ ഒരു പന്നക്കിളിയാണ്, നിന്റെ എന്താണ് ഒരു ചീത്ത സ്വഭാവമായിട്ടുള്ള ഒരു കിളിയാണല്ലോ, നിനക്ക് നമ്മുടെ നെസ്കോന്റെ കൂട്ടി നല്ല കിളിയായി കൂടെ എന്ന് പറയുന്ന സമയത്താണ് നേരമാണ് നമ്മുടെ നെസ്കോയെ കുറിച്ച് നമ്മുടെ ജെനിസു ഓർക്കുന്നത്. നെസ്കോ താൻഡ്രോയുമാണ് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ നേരത്ത് നെസ്കോ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെസ്കോയെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ജെനിസു നമ്മുടെ ആ കാട്ടിലോട്ട് ഓടി പോവാണ്. അന്നേരം നമ്മുടെ ജെനിസുവിന് പേടിയൊന്നുമില്ല, നമ്മുടെ നെസ്കോനെ മാത്രം മതി. ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻഡ്രോ ജെനിസു അതുപോലെ തന്നെ മറ്റൊരു ഡീമൻ സ്ലെയർ അവർ നോക്കുന്ന സമയത്ത് അവിടുന്ന് കുറെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. അങ്ങനെ ആ ശബ്ദം എന്തോ അത് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് കാണുന്നത് ഒരു ഡീമൻ സ്ലെയർ അവരുടെ അടുത്തോട്ട് വരുന്നു. അത് നോക്കുന്ന സമയത്ത് ഒരു ഡീമൻ സ്ലെയർ അല്ല ഒരുപാടധികം ഡീമൻ സ്ലെയർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി ചോദിക്കുകയാണ് എടാ താൻഡ്രോ നീ അല്ലേടാ പറഞ്ഞ ഒരു ഡീമൻ സ്ലെയറിന്റെ അടുത്ത് വാളെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് എന്തുവാണ് ഇവരെന്നെ അറ്റാക്ക് ചെയ്യുന്നത്, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഇവരെ ഞാൻ ഉപദ്രവിക്കാൻ പോകാമെന്ന് പറയുവാണ്. അങ്ങനെയൊന്നും ചെയ്യരുത് ഇനോസ്കി, ഇതിലെന്തെങ്കിലും ഒരു കാര്യം കാണും, നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. നീ അത് എനിക്ക് ഓർഡർ ആയിരുന്നു നിർത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻഡ്രോയെ ചെന്നിട്ട് ഒറ്റ ഇടി അടിക്കുവാണ് നമ്മുടെ ഇനോസ്കി. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് ഒരു ഡീമൻ സ്ലെയർ വരുന്നു. ആ ഡീമൻ സ്ലെയറിനെ നമ്മുടെ ഇനോസ്കി അടിച്ച് തറയിലോട്ട് ഇടുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻഡ്രോയ്ക്ക് എന്തോ ഒരു സ്മെല്ല് വരുന്നു. നോക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്യാൻ നേരത്തെ സമയത്ത് ഒരു നൂല് പോലത്തെ ഒരു സാധനം. അന്നേരം സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി എല്ലാവരുടെ പുറകിലും കാണുമെന്ന് പറഞ്ഞ് എല്ലാവരുടെ പുറകിലും പോയി വെട്ടി നോക്കുവാണ് നമ്മുടെ ഇനോസ്കി. വിചാരിച്ചതുപോലെ തന്നെ എല്ലാവരുടെ മുകളിൽ ഒരു നൂല് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു നൂലല്ല, അത് നമ്മുടെ ചെലന്തി വലയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻഡ്രോയ്ക്ക് ഒരു ഡീമന്റെ സ്മെല്ല് വരുന്നു. അതൊരു വൃത്തികെട്ടായിട്ടുള്ള സ്മെല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ താൻഡ്രോയ്ക്ക് അത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഇതേ സമയം ആ ഡീമൻ താൻഡ്രോയും ആ നൂലിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുവാണ്.
പെട്ടെന്ന് മനസ്സിലാക്കിയ താൻസറോ അത് താൻസറോടെ വാള് വെച്ചങ്ങ് വെട്ടുവാണ്. പക്ഷേ അവർ ഇത്രയും രക്ഷിച്ച ആ ഡീമൺ സ്ലേയേഴ്സിനെ എല്ലാവരെയും ആ പിന്നെയും ആ ചെലന്തി വല ഉപയോഗിച്ച് ആ ഡീമൺ കൺട്രോളിൽ കൊണ്ടുവരുവാണ്. ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ താൻസറോ ഇനോസ്കിയോട് പറയുന്നുണ്ട്. പക്ഷേ അവർ മേളിലോട്ട് നോക്കുന്ന സമയത്താണ് ഒരാൾ പറന്നു വന്ന് നിൽക്കുന്നത്. പക്ഷേ അത് പറന്നു വന്ന് നിൽക്കുന്നതല്ല, ഒരു എട്ടുകാലിയുടെ മണ്ടയ്ക്ക് ഒരു ഡീമൺ നിൽക്കുന്നതായിരുന്നു. അങ്ങനെ ആ ഡീമൺ പറയുവാണ്, ഹെഡ് ഡീമൺ സ്ലേയേഴ്സ്, ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവിടെ നിങ്ങൾ വരരുത്, നിങ്ങൾ വന്ന് വെറുതെ ശല്യം ഉണ്ടാക്കരുത്, വന്നാൽ നിങ്ങളെല്ലാവരും ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറയുവാണ് ആ ഡീമൻ. തന്നെ നമ്മുടെ ഇനോസ്കി ആ ഡീമൺ സ്ലേയേഴ്സിനെ എല്ലാവരുടെ മണ്ടയിൽ കൂടെ ചാടിയിട്ട് ആ ഡീമനെ കൊല്ലാൻ വേണ്ടി മേളിലോട്ട് പോകും. ഇനോസ്കിക്ക് അവിടെ വരെ എത്തിയില്ല, അവൻ താരെ പോവാണ്. ഇതേ സമയം തന്നെ ആ ഡീമനും അവിടെ നിന്ന് പോകും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻസറോയ്ക്ക് മനസ്സിലാവാണ് ഈ ഡീമൻ അല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഡീമൻ, അത് വേറെ ഏതൊരു ഡീമനാണ്, അതിനെ നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ കുറേ അധികം ഡീമന്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു ഡീമനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നമ്മുടെ താൻസറോ പറയുവാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇനോസ്കി പറയുവാണ്, നീ ഒന്ന് മിണ്ടായി, ഞാൻ എന്തോ ചെയ്യേണ്ടത് പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇനോസ്കിയുടെ രണ്ട് വാളും തറയിലോട്ട് കുത്തുവാണ്. എന്നിട്ട് പറയാണ് ബീസ്റ്റ് ബ്രീത്തിങ് 7th ഫോം എന്ന സ്പെഷ്യൽ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനോസ്കിയുടെ ടെക്നിക്കും അവിടെ റിവീൽ ആവുകയാണ്. ഇനോസ്കി ആ ടെക്നിക്ക് ഉപയോഗിച്ചത് തന്നെ അവിടെ കുറേ വേവ് പോലെ കാണുവാണ്. നമ്മുടെ ഇനോസ്കിക്ക് എല്ലാ കാര്യങ്ങളും കാണുവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ എവിടെയാണെന്ന് നമ്മുടെ ഇനോസ്കിക്ക് കാണുവാണ്. ബീസ്റ്റ് ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കിടക്കാച്ചിയായിട്ടുള്ള ടെക്നിക്ക് തന്നെയാണ്. നമ്മുടെ ഇനോസ്കിക്ക് മാത്രമേ ഈ ടെക്നിക്ക് അറിയത്തുള്ളൂ, കാരണം ഇനോസ്കിയാണ് ഈ ബ്രീത്തിങ് ടെക്നിക്ക് ഉണ്ടാക്കിയത്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കിക്ക് കിട്ടിക്കളഞ്ഞു ആ ഡീമൻ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ. സമയം മറ്റൊരു സ്ഥലത്ത് നേരത്തെ നമ്മുടെ താൻസറോയുടെ സെനിച്ചുവിന്റെ അടുത്ത് വന്ന ആ ഡീമനെ കാണിക്കുവാണ്. ആ ഡീമൻ മേളിലോട്ടൊരു ചെലന്ത് വില വിട്ടിട്ട് പറയുവാണ്, എൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും തൊട്ടാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കത്തില്ല, ഞാൻ ഈ ഡീമൺ സ്ലേയേഴ്സിനെ എല്ലാവരെയും കൊന്നു കളയുമെന്ന്. അവിടെ വെച്ചാണ് ഡീമൺ സ്ലേയർ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1 15ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ എനിക്ക് നല്ല രീതിയിൽ പനിയൊക്കെ ഉണ്ട്, എനിക്ക് സൗണ്ട് ഒന്നും നല്ലതുപോലെ ഒന്നുമല്ല നടക്കുന്നത്. സോ അതുകൊണ്ടാണ് വീഡിയോ അല്ലാത്ത പോലെയൊക്കെ തോന്നുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാൻ